നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. ഇപ്പോൾ ക്ലാസ്സുകളില്ലാത്ത എന്താണെന്ന് തിരക്കി കുറേ പേരൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കതൊരു ബുദ്ധിമുട്ടാകും. കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയത് കൊണ്ടാണ് ക്ലാസ് ചെയ്യാൻ പറ്റാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നെറ്റ്വർക്ക് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നവരേക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് ഒരു 5 or 10 കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇൻ്റർ കണക്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർ കണക്റ്റ് ചെയ്തിരിക്കുന്നത്? പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡേറ്റാസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് എക്സ്ചേഞ്ച് ഡേറ്റ ആൻഡ് റിസോഴ്സസ് വിത്ത് ഈച്ച് അതർ. ഡേറ്റാസും റിസോഴ്സസും കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ കണക്റ്റ് ചെയ്തിരിക്കുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ടും 3 ടൈപ്പ് നെറ്റ്വർക്കാണുള്ളത്. ലാൻ, മാൻ, വാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഫുൾ ഫോം എക്സാമിന് ചോദിക്കും. ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പം ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിലോ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ ആണ് ഏത് യൂസ് ചെയ്യുന്നത്? ലാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻസൈഡ് ആൻ ഓഫീസ് ബിൽഡിംഗ് ഓർ ക്ലാസ് റൂം. ഒരു ഓഫീസ് ബിൽഡിങ്ങിലോ ക്ലാസ് റൂമിലോ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻ കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈതർനെറ്റ് കേബിൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈഫൈ ഒക്കെ യൂസ് ചെയ്യാം ഈ ലാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിൽഡിങ്ങിലോ ഒരു റൂമിലോ ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മാൻ ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പം ഇതെന്താണ്? സ്പ്രെഡ് ഓവർ എ സിറ്റി. ഇപ്പോൾ ഒരു സിറ്റിയിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? കേബിൾ TV കണക്ഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ TV കണക്ഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ വാൻ ആണ്. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് സ്പ്രെഡ് ഓവർ എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. അതായത് വേൾഡ് വൈഡ് ആയിട്ടൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൺട്രീസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? വാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ബിഗ്ഗസ്റ്റ് വാനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്കും ഇൻ്റർനെറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക്. ഇപ്പം നമ്മളൊരു 10 കമ്പ്യൂട്ടറിന് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ 10 കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ തമ്മിൽ കണക്ട് ചെയ്താൽ അതെന്താണ്? അതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ അടുത്തുള്ള മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്, അതിലെയും 10 കമ്പ്യൂട്ടേഴ്സിനെ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതും എന്താണ്? നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ബിൽഡിങ്ങിലുള്ള നെറ്റ്വർക്കിനെയും രണ്ടാമത്തെ ബിൽഡിങ്ങിലുള്ള നെറ്റ്വർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ്, നെറ്റ്വർക്കുകളുടെ ഒരു ഗ്രൂപ്പാണ്. അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻ്റർനെറ്റ് ആണ്. അപ്പോൾ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ കൺട്രീസിനെയും തമ്മിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 3മാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ പറയുന്ന നെറ്റ്വർക്ക്. പിന്നെ 4ാമത് ഒരെണ്ണം കൂടിയുണ്ട്, പാൻ. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഫോർ ഇൻ്റർ കണക്റ്റിംഗ് ഇലക്ട്രോണിക് ഡിവൈസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ വർക്ക് സ്പേസ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുടെ ഒരു പേഴ്സൻ്റെ ഒരു വർക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ആ വർക്ക് സ്പേസിനുള്ള ഇലക്ട്രോണിക് ഡിവൈസസിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഇടയിൽ മാത്രം അല്ലെങ്കിൽ ഒരു 10 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, അവരുടെ ഇടയിലുള്ള അവർ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത്.
നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. എക്സാമിന് ചോദിക്കും ഒരു ഓഫീസ് ബിൽഡിങ്ങിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഏതാണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് വാൻ, അല്ലെങ്കിൽ ഒരു സിറ്റിയിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. ഇനി നമ്മൾ പറഞ്ഞു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ കണക്ഷൻ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്. ഒന്നുകിൽ ഈതർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാം. അപ്പോൾ ഈതർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ്ഡ് ടു കണക്ട് ഡിവൈസസ് ഇൻ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈതർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡേറ്റ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഡേറ്റ ട്രാവൽ ബിറ്റ്വീൻ വയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾ എനേബിൾഡ് ഡിവൈസസ് ടു ടാഗ് ഈച്ച് അതർ. അപ്പോൾ ഇതിലെങ്ങനെയാണ് വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്, വയേഴ്സ് വഴിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സെറ്റ് ഓഫ് റൂൾസ് ആണ്. നമ്മുടെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ വൈഫൈ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ ഫോം. വയർലെസ് ഫിഡിലിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഡേറ്റ വൈഫൈ യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് വൈഫൈയിൽ ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈഫൈ ട്രാൻസ്മിറ്റ് ഡേറ്റ യൂസിങ് റേഡിയോ വേവ്സ്. ഏതാണ് വൈഫൈയിൽ യൂസ് ചെയ്യുന്നത്, റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ നമ്മൾ ഫോണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എന്താ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു ഷോർട്ട് റേഞ്ച് ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജി യൂസ്ഡ് ടു കണക്ട് ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ബിറ്റ്വീൻ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് എക്സെട്ര. അപ്പോൾ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ ഡേറ്റാസ് എന്ത് ചെയ്യാൻ വേണ്ടി, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് ടെക്നോളജിയാണ്, ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു വയർലെസ് ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. ചെറിയ ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡേറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് നമുക്ക് നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസ്, റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാം. മെയിനായിട്ട് 3 ടൈപ്പ് നെറ്റ്വർക്കാണ്, ലാൻ, മാൻ, വാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു ഓഫീസ് ബിൽഡിങ്ങിലോ ക്ലാസ് റൂമിലോ ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഈതർനെറ്റ് കേബിൾസ് അതുപോലെ വൈഫൈ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ മാൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇല്ല നമ്മൾ കേബിൾ TV കണക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ ഷെയറിങ് പോസിബിൾ ആകുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ വാനാണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ലാർജ് ജോഗ്രഫിക് ഏരിയസിൽ ഡേറ്റാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാനാണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് നെറ്റ്വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്